കരൂരിൽ നടന്നത് തമിഴ്നാട് കരൂരിൽ നടന്നത് ആസൂത്രിതമായ ഗൂഢാലോചനയാണെന്നുള്ള വളരെ ഗുരുതരമായ അതീവ പ്രാധാന്യമുള്ള തീവ്രമായ ഒരു വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നതിന് രേഖകളും വരുന്നു. സെന്തിൽ ബാലാജി എന്ന DMKയുടെ MLA ആണിത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വലിയ മൈതാനം ചോദിച്ചിട്ട് അത് കൊടുത്തില്ല എന്നൊരാക്ഷേപമുണ്ട്. പോലീസിനെ കൊണ്ട് കളക്ടറെ കൊണ്ടുവന്ന് കൊടുപ്പിച്ചില്ല. അപ്പോൾ ചെറിയ സ്ഥലമാണ് കൊടുത്തത്. ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം കറണ്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്. മൂന്നാമത്തെ ആരോപണം ഇത്രയും വലിയ മാസ് വരുമെന്നറിഞ്ഞിട്ടും നാമമാത്രമായ പോലീസിനെയാണ് അവിടെ വിന്യസിച്ചത്. അങ്ങനെ തുടങ്ങി ഒരുപാട് ആരോപണങ്ങളാണ് അവിടുത്തെ നമ്മുടെ വിജയിയുടെ വെട്രിക്കഴകം പാർട്ടി പറയുന്നത്. അത് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഗവൺമെൻറ്റിനും സ്റ്റാലിനും തമിഴ്നാട് രാഷ്ട്രീയത്തിനും വരാൻ പോകുന്ന മറ്റൊരു വലിയ ഗുരുതരമായ പ്രതിസന്ധി. അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു പ്രാദേശിക നേതാവ്, അദ്ദേഹം സാധാരണ തൊഴിലാളിയായിരുന്നു. വിജയിയുടെ പാർട്ടിയിൽ ആകർഷനായി നിരവധി സമ്മേളനങ്ങളൊക്കെ പോയതിനു ശേഷം പ്രാദേശിക നേതാവായി, സെക്രട്ടറിയോ മറ്റുമായി, പ്രാദേശിക യൂണിയൻ്റെ വിജയിയുടെ പ്രാദേശിക തലത്തിലുള്ള സെക്രട്ടറിയോ മറ്റുമായി ആ അയ്യപ്പൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ കുറിപ്പ് അദ്ദേഹം തമിഴിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായി സെന്തിൽ ബാലാജിയുടെ പേര് പറഞ്ഞിരിക്കുന്നു. സെന്തിൽ ബാലാജി MLA ആണ് ഇതെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അങ്ങനെ സെന്തിൽ ബാലാജി MLA ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് ഹൈക്കോടതിയിൽ അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, വിജയിയുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹൈക്കോടതി കൊടുത്തിട്ടുമുണ്ട്. DMK ഗുണ്ട പോലീസ് സംവിധാനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചത് എന്നുള്ള വാർത്തയും ഗവൺമെൻറ്റിൽ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് ഹൈക്കോടതി പോയിരിക്കുന്നു, അവിടെ ഗുരുതരമായ ആരോപണം പറയുന്നു. രണ്ടാമത് ഹൈക്കോടതിയിൽ നിന്ന് അനുവാദം ചോദിച്ചിട്ടുണ്ട്. വിജയിക്ക് കരൂരിൽ പോകണം. അതിന് ജില്ലാ ഭരണകൂടത്തോടോ സംസ്ഥാന ഭരണകൂടത്തോടോ ആവശ്യപ്പെട്ടാൽ അവർ നിഷേധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കോടതി നേരിട്ട് ഇടപെട്ട് അവിടെ മരണസ്ഥലത്തേക്ക് പോകണം എന്ന് പറയുന്നു. 20 ലക്ഷം രൂപയാണ്, 10 ലക്ഷം രൂപയാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. മരിച്ചവർക്ക് 41 പേർക്ക്, 40 പേരാണ് മരിച്ചത്. പിന്നെ ഒരാളിപ്പോൾ അയ്യപ്പനും മരിച്ചു. അയ്യപ്പന് ഇനി സഹായം കിട്ടുമെന്നറിയില്ല. 10 ലക്ഷം രൂപ വെച്ചാണ് തമിഴ്നാട് സർക്കാർ, സ്റ്റാലിൻ്റെ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ അതിന് പുറമെ 20 ലക്ഷം രൂപ വെച്ച് വിജയ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ വെച്ച് പരിക്കേറ്റവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സാമ്പത്തിക സഹായം കൂടുതൽ കൊടുത്തുകൊണ്ട് സർക്കാരിൻ്റെ മേനിയെ വെട്ടാൻ വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വീണ്ടും വിജയെ അറസ്റ്റ് ചെയ്യുന്നില്ല. വിജയ് വന്നു ഇതൊക്കെ എടുത്തെങ്കിലും വിജയെ അറസ്റ്റ് ചെയ്യുക, വിജയ്ക്കെതിരെ കേസില്ല, മറ്റ് പ്രാദേശിക നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ട് വിജയെ തളർത്തുക എന്നുള്ളതാണ്. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം വളരെ വളരെ കലുഷിതമായിട്ടാണ് നീങ്ങുന്നത്. ഈ വളരെ പ്രേരിതമായി ആസൂത്രിതമായി സെന്തിൽ ബാലാജിയുടെ ഒരു തിരക്കഥ പോലീസും ഭരണകൂടവും നടപ്പിലാക്കി കൊടുത്തു. അതാണ് ഈ ദുരന്തത്തിൻ്റെ ബാക്കി പത്രം എന്നാണ് പ്രാദേശിക നേതാക്കൾ മുതൽ വിജയിയുടെ സംസ്ഥാന സെക്രട്ടറി വരെയുള്ളവർ പറയുന്നത്. വിജയ് മനസ്സ് തുറന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ബോംബേർ അടക്കമുള്ള കാര്യങ്ങളുടെ സംശയമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹം പ്രസ്താവനകളുമായി പുറത്തു വന്നില്ല. ഖേദമുണ്ടെന്ന് പറഞ്ഞു, പണവും പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലാതെ ശക്തമായ രാഷ്ട്രീയ തീരുമാനവുമായി അദ്ദേഹം വന്നിട്ടില്ല. ഇനി എന്തായാലും നമുക്ക് പലതും തമിഴ്നാട്ടിൽ നിന്ന് വരാനുണ്ട്. വളരെ വലിയ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ വളരെ വലിയൊരു ഏടായിട്ടാണ് ഈ കരൂർ സംഭവം മാറാൻ പോകുന്നത്. അത് വച്ചുകൊണ്ട് വിജയ് ഇനി ഒരു രക്തസാക്ഷി പരിവേഷത്തിലൂടെ വലിയ നേതാവാകുമോ അതോ വാട്ടർലൂ ആവുമോ? ഇതോടുകൂടി വിജയിയുടെ കാര്യം കഴിയുമോ എന്നുള്ളതാണ് ഇനി തമിഴ്നാട് രാഷ്ട്രീയം നമ്മോട് പറയേണ്ടത്.